MLA visited, although I was not an official of the school, I made a request, I personally knew him, that please from your funds, give us some money to... I'm also trying to use his influence here. Next academic year, I will list the General Officer commanding 5 southern states. Example of scientific excellence. For a very good purpose. You may ask, what is the purpose? India as a whole, for our nation, we started rocketry during 1963 from scratch. Ex-Service League മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള കാപ്പിൽ വർഗീസ് സർ, ISRO റെപ്രസെന്റ് ചെയ്ത് വന്നിട്ടില്ല ഉണ്ണിക്കമ്മു സർ. ഗവൺമെന്റ് സ്കൂളുകളിലല്ലാതെ സാധാരണ കേസിൽ ISROയുടെ സ്റ്റാൾ അനുവദിക്കാറില്ല. എന്നാൽ നമ്മുടെ സ്കൂള് ഗവൺമെന്റ് സ്കൂൾ അല്ലെങ്കിലും ഗവൺമെന്റ് സ്കൂൾ പോലെ പ്രവർത്തിക്കുന്ന ഈ രാജ്യത്തെ സേവിച്ച പട്ടാളക്കാർ നടത്തുന്ന ഒരു സൈനിക സ്കൂളാണ് എന്നുള്ളത് കൊണ്ട് പ്രോഫിറ്റ് മോട്ടീവ് അല്ല, മറിച്ച് കുട്ടികളിൽ നല്ല രാജ്യസ്നേഹവും അതുപോലെ തന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക എന്ന മാത്രം ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്കൂളാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഒരു അൺഎയ്ഡഡ് സ്കൂളിന് ISRO ഇങ്ങനെ ഒരു അവസരം നൽകിയത്. അങ്ങനെ അവസരം നൽകുമ്പോൾ സ്വാഭാവികമായും സ്കൂൾ മാനേജ്മെന്റ്, PTA, അതിനെല്ലാം ഉപരി അർപ്പണബോധത്തോടു കൂടി ഈ സ്കൂളിലെ ടീച്ചേഴ്സിന്റെയും ഒരു വലിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ISRO സ്റ്റാളും അതോടൊപ്പം ആർക്കിയോളജി ആണെങ്കിലും ട്രൈബൽ ആണെങ്കിലും അതല്ലെങ്കിൽ റോബോട്ടിക് ആണെങ്കിലും ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. കാണാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം, തിരുവനന്തപുരത്തെ തുമ്പയാണ് റോക്കറ്റ് വിക്ഷേപണത്തിന് ഇന്ത്യയിലെ അന്ന് കണ്ടെത്തിയ ഏറ്റവും നല്ല സ്ഥലം എന്ന് തീരുമാനിച്ച് ജവഹർലാൽ നെഹ്റുവിന്റെ കീഴിൽ വിക്രം സാരാഭായിയും അവിടെ കൂട്ടരും ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് ഒരു ക്രിസ്തീയ ദേവാലയമാണ്. ആ ക്രിസ്തീയ ദേവാലയവും അതിന്റെ സ്ഥലവും സംഭാവന കൊടുത്തിട്ടാണ് ISRO തുടങ്ങിയത് എന്ന് നമ്മുടെ മനസ്സിലുണ്ടാവണം. അന്നത്തെ മതപുരോഹിതന്മാരുടെ മനസ്സിലുണ്ടായിരുന്നത് ഈ മതത്തോടൊപ്പം ഈ ലോകത്തെ ജനതയെ, ഇവിടുത്തെ മനുഷ്യരാശിയെ, ജീവരാശിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശാസ്ത്രത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടായിരുന്നു എന്നുള്ളത് അന്നത്തെ മതപുരോഹിതന്മാർക്ക് കൂടി ബോധമുണ്ടായത് കൊണ്ടാണ് ISRO തുടങ്ങാൻ, അല്ലെങ്കിൽ തുമ്പയിൽ അത് തുടങ്ങാൻ നമുക്ക് സാധിച്ചത്. ഞാൻ പറഞ്ഞത്, ഇന്ന് നമ്മൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ അദ്ദേഹം വീണ്ടും ഈ സ്കൂളിന്റെ അഡ്മിനിസ്ട്രേഷൻ സ്ഥാനം സ്വമേധ ഏറ്റെടുത്തിരിക്കുകയാണ്. അതേമാതിരി തന്നെ ഈ സ്കൂളിനെ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോയി എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അതോടൊപ്പം തന്നെ ഇത് സംഘടിപ്പിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഈ സ്കൂളിലെ PTA കമ്മിറ്റി അംഗങ്ങൾക്കും എല്ലാവർക്കും അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് നിർത്തി. താങ്ക് യു.
to the close of the inaugural session of Sinova 26. It is my proud privilege